കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗ്യാസ് ഉപയോഗിക്കുന്നവർ 2025 ചില പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് ചെറിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഗ്യാസ് സിലിണ്ടറിന് 15 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിനാണ് 15 രൂപ കുറഞ്ഞത്. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തിലാണ് വാണിജ്യ കമ്പനികൾ ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുള്ളത്. ആയതുകൊണ്ട് തന്നെ 2025 ജനുവരി 1 പുതുവത്സരത്തിന് 15 രൂപയുടെ കുറവ് വന്നിട്ടുള്ളത്. ഹോട്ടൽ ഉടമകളും ഹോസ്റ്റലുകളുമെല്ലാമാണ് വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കാറുള്ളത്. 19 കിലോ ഭാരമുള്ള വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ 1812 രൂപയാണ് വില. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വാണിജ്യ സിലിണ്ടറിന് വില കുറയുന്നത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് 910 രൂപയായിരുന്നത് കഴിഞ്ഞ മാർച്ചിൽ 810 രൂപയാക്കിയിരുന്നു. 100 രൂപയുടെ മാറ്റമാണ് ഗാർഹിക പാചക ഗ്യാസിനുണ്ടായിരുന്നത്. പിന്നീട് ഈ വിലയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അടുത്തതായി ഗ്യാസ് ഉപയോഗിക്കുന്നവർ KYC ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അനുവദിക്കപ്പെട്ട ഗ്യാസ് യഥാർത്ഥ ഉപഭോക്താവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നത് ഉറപ്പാക്കാനാണ് സംസ്ഥാനത്ത് KYC നിർബന്ധമാക്കിയത്. ഗ്യാസ് കണക്ഷനുള്ള വ്യക്തിയുടെ ആധാർ കാർഡുമായി ഇത് ലിങ്ക് ചെയ്യുകയാണ് KYCയിലൂടെ ചെയ്യുന്നത്. മറിച്ച് പ്രായമായ ആളുകളുടെ പേരിലുള്ളതും പോയ ആളുകളുടെ പേരിലുള്ള വ്യാജ കണക്ഷൻ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കും. ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തി മാസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ആധാറും ഗ്യാസ് ബുക്കുമായി നേരിട്ടെത്തിയാണ് മാസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആളുടെ വിരൽ പതിച്ചോ ഐറിസ് സ്കാൻ ഉപയോഗിച്ചോ ആണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ഇതിന് ഒരു വിധത്തിലുള്ള ഫീസും ഈടാക്കുകയില്ല. മാസ്റ്ററിംഗ് പൂർത്തിയായവരുടെ മൊബൈൽ ഫോണിലേക്ക് സ്ഥിരീകരണ മെസ്സേജ് വരുന്നതായിരിക്കും. HP, ഇന്ത്യൻ, ഭാരത് എന്നീ ഏജൻസികളെല്ലാം തന്നെ ഇതിനായി പ്രത്യേക ക്യാമ്പുകളും നടത്തി വരുന്നുണ്ട്. എന്നാൽ ഗ്യാസ് ഏജൻസികളിൽ പോവാതെ തന്നെ വീടുകളിൽ ഇരുന്നും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മാസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും. ഇതിനായി ഓരോ കമ്പനികൾക്കും വ്യത്യസ്ത ആപ്പുകളുണ്ട്. അവ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് ഫോണിൽ ചെയ്യുവാൻ സാധിക്കുക. ഇതിനായി ആധാർ ഫേസ് ID ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഗ്യാസ് മാസ്റ്ററിങ്ങിനായി പ്രത്യേക തീയതിയിൽ അവസാനിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും പുതുക്കാത്തവർക്ക് 2025 ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിന് തടസ്സം നേരിടുന്നതായിരിക്കും. ആയതിനാൽ ഇനിയും KYC ചെയ്യാത്ത ഗുണഭോക്താക്കൾ പെട്ടെന്ന് തന്നെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വിവരം മറ്റുള്ളവരെ എത്തിക്കാൻ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക.